രോഗികളായി കണക്കാക്കപ്പെടുന്നത് പ്രമേഹ രോഗികളാണ്. പ്രത്യേകിച്ച് മലബാറിന്റെ അങ്കണങ്ങളിൽ നാം ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് പ്രമേഹ രോഗികളാണ്. കേരള കണക്ക് പ്രകാരം 3:1 എന്ന പ്രകാരം ഏകദേശം 3:1 അല്ലെ 3 ആളുണ്ടെങ്കിൽ അതിൽ ഒരാൾ പ്രമേഹ രോഗിയാണ് എന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് പ്രമേഹ രോഗികൾ. ഒന്ന് ആലോചിച്ചിട്ടോ, എങ്ങനെ ഇത് വളർന്നു വരുന്നു, രോഗികൾ എങ്ങനെ വർദ്ധിച്ചു വരുന്നു? ഒരു ചികിത്സ നല്ല രീതിയിൽ വളരുമ്പോൾ രോഗികൾ കുറയാണോ വേണ്ടത്, വർദ്ധിക്കുകയാണോ വേണ്ടത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? രോഗികൾ കുറയാണോ വേണ്ടത്, വർദ്ധിക്കുകയാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? കുറയാണ് വേണ്ടത് അല്ലെ? ഇന്ന് ചികിത്സിക്കുന്നതോറും രോഗിയുടെ രോഗാവസ്ഥയും നാം മാനദണ്ഡമാക്കുന്ന അളവുകൾ കുറയുന്നത് കാണുന്നേ ഇല്ല. മറിച്ച് എന്താ കാണുന്നത്? ഇപ്പൊ ബിപിക്ക് അല്ലെങ്കിൽ പ്രമേഹത്തിന് മരുന്ന് കഴിച്ചു, 5 വർഷം കഴിച്ചു കുറയുന്നില്ല, 10 വർഷം കഴിച്ചു കുറയുന്നില്ല, 20 വർഷം കഴിച്ചു കുറയുന്നില്ല. അത് മാത്രമല്ല, അനുബന്ധ രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതോടുകൂടി അക്യുപഞ്ചറിൽ എന്ത് ചെയ്യാൻ കഴിയും പ്രമേഹത്തിന് എന്ന ചോദ്യമായിരിക്കും അടുത്തതായിട്ട്. അലോപ്പതി മെഡിസിനിലെ പ്രമേഹം ക്യൂർ ആവില്ല എന്ന ഒരു അധ്യായം തന്നെ